ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടിക് ബ്ലോഗ്സ് ഫ്രം മൊബൈലുകൾ. ഞാൻ വേറൊരു സ്ഥലത്ത് നിന്നാണ് വീഡിയോ തയ്യാറാക്കുന്നത്. സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഒരു വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഫിലിം ലവറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഏതൊക്കെ അപ്ഡേറ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പറ്റുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ പോയി ഇന്ന് കാണും. അപ്പം മോഹൻലാൽ അഭിനയിച്ച് പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്ത ലൂസിഫർ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ എന്ന് പറയുന്ന ചലച്ചിത്രം ഈ അടുത്തിടെയാണ് റിലീസാവാനിരുന്നത്. അപ്പം എന്തൊക്കെയോ റിലീസാവാനിരുന്നതെന്നല്ല, ഈ മാർച്ച് 28-ാം തീയതിയാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം എന്തോ ഒരു പ്രശ്നവും കാര്യങ്ങളും കൊണ്ട് ഇതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ലൈക്ക പ്രൊഡക്ഷൻസ് അവിടെ പിന്മാറിയിരിക്കുന്ന ലേറ്റസ്റ്റ് അറിവാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലൈക്ക എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് എനിക്ക് പറയാൻ പറ്റിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലൈക്ക എന്ന് പറഞ്ഞാൽ അവിടെ എടുത്തിരിക്കുന്ന ഏകദേശം തുപ്പാക്കി ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഫിലിംസും നല്ല 100% ഫ്ലോപ്പായിരുന്നു. ഏറ്റവും അവസാനം ഇറങ്ങിയ ഇന്ത്യൻ 1 അല്ലെങ്കിൽ ഇന്ത്യൻ 2 ആയിക്കോട്ടെ, എല്ലാ ഫിലിമുകളും ഫ്ലോപ്പായിരുന്നു. ഈ അല്ല ഇന്ത്യൻ തുടങ്ങിയ എല്ലാ ഫിലിംസും. ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയേക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഗോകുലം മൂവീസ് ഏറ്റെടുക്കുക എന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്. പിന്നെ ഗോകുലം മൂവീസ് ഏറ്റെടുത്താൽ തന്നെ വേറൊരു പ്രശ്നം കൂടെ ഞാൻ കാണുന്നു. എൻ്റെ ഈ ഗോകുലം മൂവീസ് നല്ല അടിപൊളി ഫിലിംസൊക്കെ നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻസാണ്. പക്ഷേ ക്വാളിറ്റിയുള്ള ഫിലിംസൊക്കെ ഏറ്റെടുക്കും. പക്ഷെ അവരുടെ ഒട്ടുമിക്ക നല്ല ഫിലിംസ് എന്ന് പറഞ്ഞാൽ നല്ല രീതി പരാജയമായിട്ട് വാങ്ങിയതാണ്. കമാൻഡോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിശയനായിക്കോട്ടെ, ഈ പറയുന്ന എന്താണ് ഫിലിമിൻ്റെ പേര്, പഴശ്ശിരാജ, കേരള വർമ്മ പഴശ്ശിരാജ, അത് നല്ല സക്സസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ സിനിമ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലായിട്ട് അവർക്കത് പരാജയമായിരുന്നു. പക്ഷേ എല്ലാ തിയേറ്ററിലും നല്ല രീതിയിൽ റണ്ണിങ് ആയിരുന്നു. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഉള്ളൂ വിജയിച്ചത്. ഓക്കെ, ഇനി എന്താവുമെന്നറിയാം. അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത തമിഴ് ഫിലിമുകളിലടക്കം അങ്ങനെ ഒരുപാട് ഫിലിമുകൾ, ഈ ലേറ്റസ്റ്റായിട്ട് വന്ന ഏതോ അജിത്തിൻ്റെ ഒരു ഫിലിമുണ്ട്, അതടക്കം എല്ലാം വമ്പാൻ പരാജയമായിരുന്നു. ഏതായാലും എൽ2ൻ്റെ ഔട്ട് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് എന്ത് തന്നെ ആയാലും മലയാളികൾ സ്വീകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഇസ് മീ ടിനോ വർഗീസ് ഫ്രം ടി ബ്ലോഗ് സൈനിങ് ഔട്ട്.